ബ്രേക്ക് ടൈം ആയപ്പോൾ കോഫി കുടിക്കാൻ പോകാമെന്ന് കരുതി റാം എണീറ്റതും കയ്യിലൊരു കോഫി മകം പിടിച്ചെറിയ വന്നിരുന്നു. നീ എന്തിനാ വെറുതെ കൊണ്ടുവന്നത്? റാം അവളോട് ചോദിച്ചു. ഒന്നുമില്ല, കൊണ്ടുവന്ന് തരാമെന്ന് തോന്നി. റാം ഒരുപാട് മാറിയപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഇത്രയും മലയാളം പറയാറില്ലായിരുന്നു. ഇപ്പൊ ശരിക്കും ഒരു മലയാളി സംസാരിക്കുന്ന പോലെ റിയ അവനെ നോക്കി പറഞ്ഞു. റാം അവൾക്ക് നേരെ ഒരു പുഞ്ചിരി കൊടുത്തു. റാം, എനിക്ക് നിങ്ങളൊരു കാര്യം പറയണം. നീ ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇനിയും വൈകിപ്പിക്കുന്നത് ശരിയല്ല, റിയ പറഞ്ഞു. എന്തറിയ? റാം ചോദിച്ചു. ഐ ലവ് യു റാം, റിയ അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു. റാം ഞെട്ടലോടെ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചു. നീ എന്താ? എനിക്ക് അവരൊന്ന് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. എനിക്ക് ഇഷ്ടമാണ് റാം നിന്നെ, കോളേജ് ടൈം മുതൽ. പക്ഷെ ഇതുവരെ പറയാൻ തോന്നിയില്ല. നിനക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുമോ? റിയ അവനെ നോക്കി പ്രതീക്ഷയോടെ ചോദിച്ചു. നോ റിയ, നിന്നെ ഞാൻ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ നിനക്ക് പ്രതീക്ഷ തന്നിട്ടില്ല. പിന്നെ നീയും ഞാനും ഒരിക്കലും സെറ്റ് ആവില്ല റിയ. ഇപ്പൊ നിനക്ക് തോന്നുന്നത് എല്ലാം തെറ്റായിരുന്നു എന്ന് പിന്നെ തോന്നും. അതിനേക്കാൾ ഏറെ ഞാൻ ഇന്ന് വേറൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അഞ്ജലി, അഞ്ജലിയല്ലേ അത്? നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് റിയ ചോദിച്ചു. അതെ, ഇന്ന് ഈ റാമിന്റെ ജീവിതത്തിൽ റാം ഏറ്റവും കൂടുതൽ സന്തോഷം നടക്കുന്നത് അവളുടെ കൂടെയുള്ള സമയങ്ങളിലാണ്. ജീവിതത്തിന് ഇത്ര ഭംഗിയുണ്ടെന്ന് തോന്നിയത് അഞ്ജലിന്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ്. കുറുമ്പ് കുറച്ച് കൂടുതലാണ്, പക്ഷെ എനിക്ക് അവളെ വേണം പ്രിയ. എന്റെ പൊണ്ടാട്ടിയായി, എന്റെ കുട്ടികളുടെ അമ്മയായി. ഞാൻ അവളുടെ കൂടെ ഒരു ഫാമിൽ തന്നെ ഡ്രീം ചെയ്യാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് റാം റിയെ നോക്കി. റിയ അവന്റെ സന്തോഷം നോക്കി കാണുകയായിരുന്നു. താൻ ഒരുപാട് വൈകിയെന്ന് അവൾക്ക് മനസ്സിലായി. ഓൾ ദ ബെസ്റ്റ് റാം, റിയ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ അപ്പോഴാണ് അവൻ കണ്ടത്. കൂടുതൽ പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവനും റിയ ക്യാബിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ രാഹുൽ കൈയും കെട്ടി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വാ, രാഹുൽ അവളെ പിടിച്ച ക്യാൻറ്റീനിൽ കൊണ്ടുപോയി. റിയ, ഇതെല്ലാം ലൈഫിന്റെ ഭാഗമാണ്. നീ ഇത് ഉൾക്കൊണ്ടേ പറ്റും. അല്ലാതെ പക പ്രതികാരം പറഞ്ഞ് ആ പാവം പെണ്ണിനെ ദ്രോഹിക്കാൻ നിൽക്കരുത്. രാഹുൽ അവളെ കാൽ പിടിക്കുന്ന പോലെ പറഞ്ഞു. നീ എന്താ എന്നെപ്പറ്റി കരുതി വെച്ചത്? സിനിമയിൽ കാണുന്ന വില്ലൻ നായികയാണ് ഞാനെന്നാണോ? എനിക്ക് അഞ്ജലിയുടെ അടുത്തൊരു പകയുമില്ല. അവളെ ഞാൻ ഒന്നും ചെയ്യുകയില്ല. ആഗ്രഹിച്ചത് കിട്ടാത്ത ഒരു വിഷമമുണ്ട് എന്നല്ലാതെ അവന്റെ ഇഷ്ടം തട്ടിപ്പറിച്ച് വാങ്ങാനുള്ള സ്വാർത്ഥതയുണ്ടെങ്കിൽ അവനോട് എന്റെ ഇഷ്ടം പണ്ടേ ഞാൻ പറഞ്ഞേനെ. സാരില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാ ഞാൻ മറന്നു പോകുമായിരിക്കും. അല്ല രാഹുൽ? അവനെ നോക്കി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് റിയ പറഞ്ഞു. രാഹുൽ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. അവളുടെ തലമുടിയിൽ തഴുകി. നീ ഈ കാണുന്ന ജാട മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം പെണ്ണെ. സാരില്ല, നിനക്ക് നല്ല അടിപൊളി മല്ലു പോയി കിട്ടൂടി. എന്തിനാ നീ തമിഴന്മാർ പിന്നാലെ പോകുന്നേ? തമാശ രൂപേണ രാഹുൽ ചോദിച്ചു. പോടാ പട്ടി, ഞാനെന്തായാലും ബാത്റൂമിൽ ഒന്ന് പോയി മുഖം കഴുകി വരാം. റിയ അവനിൽ നിന്ന് മടർന്നു മാറി ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ മുഖം കഴുകുമ്പോൾ കണ്ടു ബക്കറ്റും മോപ്പും എല്ലാം പിടിച്ച് ക്ലീൻ ചെയ്യുന്ന അഞ്ജലി. റിയ മുഖം കഴുകി പോകുന്ന മുൻപ് അഞ്ജലി എന്നുകൂടി നോക്കി. മിസ് അഞ്ജലി, കൺഗ്രാറ്റുലേഷൻസ്. ചെറിയൊരു പുഞ്ചിരിയുടെ റിയ പറഞ്ഞു. അഞ്ജലി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി പുഞ്ചിരിച്ചു. അഞ്ജലി റിയ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് കുറെ ആലോചിച്ച് നോക്കി. പക്ഷെ ഒന്നും തന്നെ മനസ്സിൽ വന്നില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി സ്വന്തം പണി ചെയ്യാൻ തുടങ്ങി. പതിവിലും ഒരുപാട് പണിയുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇന്ന് തമ്മിൽ കാണാൻ പറ്റിയില്ല. വൈകുന്നേരം റാം ജോലി കഴിഞ്ഞ് നേരെ അഞ്ജുവിന്റെ റൂമിലേക്ക് പോയി. അഞ്ജു തന്റെ ഓവർകോട്ട് ഊരിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. മോളെ, ഇതാ സാർ വന്നു. സവിത അവളെ നോക്കി പറഞ്ഞു. ഇപ്പൊ വരാം റാം, ഈ കോട്ടൊന്ന് ഊരി വെക്കട്ടെ. അഞ്ജു കുറച്ച് കഷ്ടപ്പെടുന്ന കണ്ട് റാം അവളുടെ അടുത്തേക്ക് വന്നു. ഇങ്ങ വാ. അവൻ അവളെ വലിച്ച് അവന്റെ അടുത്ത് നിർത്തി. അവളുടെ കോട്ട് ഊരിയെടുത്തു. അഞ്ജുവിന് എന്തോ ബുദ്ധിമുട്ട് തോന്നി. സവിതയുടെ മുന്നിൽ വെച്ച് അവൻ അങ്ങനെ ചെയ്തപ്പോൾ. നീ കുറച്ച് വണ്ണം കൂടി, അതുകൊണ്ടാണ് നെഞ്ചിന്റെ ഇവിടുന്ന് ബട്ടൺ അഴിക്കാൻ പറ്റാത്തത്. അതിനെങ്ങനെയാ, നല്ല തീറ്റയല്ലേ? അവളെ ഉണ്ടക്കവിൾ വലിച്ചവൻ പറഞ്ഞു. സവിത ചെറിയൊരു അമ്പരപ്പോടെ അവരെ നോക്കി നിന്നു. റാം, ചേച്ചി, അഞ്ജലി പതുക്കെ പറഞ്ഞു. റാം അപ്പോഴാണ് സവിതയുണ്ടെന്ന് ഓർത്തത്. ആ ചേച്ചി, ചേച്ചി പോവാനായില്ലേ? റാം എന്തെങ്കിലും ചോദിക്കണമെന്ന് കരുതി ചോദിച്ചു. ഇപ്പൊ പോവും സാറേ. സവിത വേഗം ബാഗെടുത്ത് പുറത്തേക്കിറങ്ങി. നാണക്കേടായി. റാം എന്തിനാ ഈ ഭാര്യമാരെ പോലെ എന്റെ കാര്യമെല്ലാം ചെയ്തു തരുന്നേ? അഞ്ജലി ദേഷ്യത്തോടെ ചോദിച്ചു. നീ എനിക്ക് പൊണ്ടാട്ടി മാതിരി താ, റാം കണ്ണിറുക്കി കാണിച്ചു പറഞ്ഞു. അഞ്ജലി കുറച്ചു നേരം അന്ന് വിട്ടു നോക്കി. പോ, എനിക്കിഷ്ടല്ല ഈ തമാശ. അവന്റെ തോളിൽ അടിച്ച അഞ്ജലി ബാഗെടുത്ത് മുന്നോട്ട് നടന്നു. ഓ, ഇപ്പൊ സത്യം പറഞ്ഞാലും വിശ്വസിക്കരുത് കേട്ടോ, അവൻ അവളുടെ തലയിൽ കൊട്ടി പറഞ്ഞു. അതെ അതെ, അഞ്ജലി ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു.
രണ്ടുപേരും മെട്രോ സ്റ്റേഷനിലെത്തി. 5 മിനിറ്റ് കൊണ്ട് ട്രെയിനിൽ കയറി. റാം ചെവിയിൽ എയർപോർട്ട്സ് തിരികെ. ഈ കുന്ത്രണ്ട എനിക്ക് ഇഷ്ടമല്ല. അഞ്ജലി അവൻ്റെ ചെവിയിൽ നിന്നും പറിച്ചെടുത്തു. എന്നെ വേണോ എനിക്ക്? റാം ദേഷ്യത്തിൽ പല്ല് കടിച്ച് ചോദിച്ചു. അത് ഇന്നൊരു സംഭവം ഉണ്ടായി, അഞ്ജലി പറഞ്ഞു. എന്നാ? റാം ചോദിച്ചു. സബിത ചേച്ചിയുടെ മോൻ നാട്ടിൽ ക്ലർക്കായിട്ട് ജോലി കിട്ടിപ്പോലും പെണ്ണ് നോക്കിണ്ട്. എന്നോട് താല്പര്യമുണ്ടോ, ജാതകം തരുമോ എന്നൊക്കെ. ഞാനപ്പോൾ വെറുതെ ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞു. അഞ്ജലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പോ നിന്റെ കോഴി അങ്ങ് ഉണർന്നു, റാം ദേഷ്യത്തോടെ പറഞ്ഞു. ഏയ്, അങ്ങനെയല്ല, ഒരു കൗതുകം. കാണാൻ കുഴപ്പമില്ല, സുന്ദരനാണ്. പിന്നെ എൻ്റെ ഉള്ളിൽ ഒരു തമിഴനുള്ളത് കൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. അഞ്ജലി അവനെ നോക്കി പറഞ്ഞു. അതിന് തമിഴൻ്റെ ഉള്ളിൽ നീ ഉണ്ടോ? അവൻ അവളെ പുരികമുയർത്തി ചോദിച്ചു. ഇല്ലാതെ പിന്നെ എന്നോട് കാണിക്കുന്ന ഈ സ്വാതന്ത്ര്യം അതുകൊണ്ടല്ലേ. പിന്നെ തമിഴൻ കുറച്ച് മുരടിച്ച സ്വഭാവമാണ്, ഒന്നും തുറന്ന് സമ്മതിക്കില്ല. നമ്മളെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. പിന്നെ അവിടെ ഇവിടെ അറിയാത്ത പോലെ ഒരു തൊടലും. അമ്മ പതുക്കെ പറഞ്ഞു. അറിയാത്ത പോലെയോ? എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ. റാം അവളെ തോളിൽ കൈയിട്ട് പറഞ്ഞു. അയ്യേ വഷളൻ, എന്നൊന്ന് സമ്മതിക്കണം. അഞ്ജലി, നിന്നെ എനിക്കിഷ്ടമാണ്. ഏയ്, അത് ചെയ്യില്ല. അതിന് പകരം നിന്നിൽ എനിക്ക് അവകാശമുണ്ട്. സ്പെഷ്യലാണ്, തേങ്ങയാണ്, മാങ്ങയാണ്. ദേഷ്യത്തോടെ അഞ്ജലി അവനെ ഒന്തിത്തള്ളി കുറച്ച് നീങ്ങിയിരുന്നു. റാം അവളെ നോക്കി ചിരിച്ചു. നിന്നെ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് തന്നെ പ്രപ്പോസ് ചെയ്യും അഞ്ജലി, നീ കുറച്ച് കാത്തിരിക്ക്, അവൻ മനസ്സിൽ പറഞ്ഞു. അവളെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ ഇറങ്ങാൻ നിന്ന പെണ്ണിനെ അവൻ അടുത്തേക്ക് വലിച്ചു. നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ഇനിപ്പോ, റാം പ്രണയത്തോടെ പറഞ്ഞു. ചുറ്റുമുള്ള യാത്രക്കാർ ഇവരെ നോക്കുന്നത് കണ്ടിട്ട് അഞ്ജലി ആകെ വെപ്രാളം കൊണ്ട് പുറത്തേക്ക് ഓടി. അവൻ അവളെ നോക്കി ചിരിച്ചു. ലോസ്, അവൻ മനസ്സിൽ പറഞ്ഞു. അന്ന് രാത്രി അഞ്ജലി പതിവ് പോലെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തു. മോളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിന്റെ അമ്മാവൻ ഇവിടെ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഹോസ്പിറ്റലിൽ നിനക്ക് റിസപ്ഷൻ കൗണ്ടർ നിൽക്കാനുള്ള ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ വായോ മോളെ. ഇനി ആ നാട്ടിൽ പോയി കഷ്ടപ്പെടണ്ട. അച്ഛനും നിന്നോട് നാളെ തന്നെ വരാൻ പറഞ്ഞ്. അമ്മയുടെ വാക്കുകൾ അവളെ ചെവിയിൽ മുഴങ്ങുന്ന പോലെ. അത് അമ്മ പെട്ടെന്ന് വരാൻ പറ്റില്ല. 1 മാസം വരെ നിന്നേ പറ്റൂ. മനസ്സിൽ തോന്നിയ കള്ളം പറഞ്ഞു. ആയിക്കോട്ടെ, നിന്റെ അനിയത്തിമാരെല്ലാം നിന്നെ കാണണമെന്ന് പറഞ്ഞ് സന്തോഷത്തിലാണ്. ഞാൻ ചെറിയവൾക്ക് കൊടുക്കാം. അമ്മ ചെറിയ അനിയത്തിക്ക് ഫോൺ കൊടുത്തു. ചേച്ചി, വേഗം വായോ, നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് ഇനി സിനിമ കാണാം, കഥ പറയാം, പിന്നെ ചേച്ചിക്ക് ജോലിക്ക് പോകാം. ചേച്ചി തമിഴ് നടന്മാരെ കണ്ടോ? ഒരുപാട് പ്രതീക്ഷയോടെ ചോദിച്ച ചോദ്യത്തിന്റെ മുന്നിൽ അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആര് കാണാനാണ് മോളെ? പിന്നെ കണ്ടു, വിജയ് സേതുപതിയെ പോലെ ഒരാളെ. അഞ്ജലി റാമിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് പറഞ്ഞു. ആണോ? അതുപോലെയാണോ ചേച്ചി? അതേപോലെ. ആർ യു ഓക്കെ ബേബി എന്നൊക്കെ പറയോ? അവളുടെ ചോദ്യം കേട്ട് അഞ്ജലി ചിരിച്ചു പോയി. ഇപ്പൊ പറയും എന്റെ പൊന്നു മോളെ, അത് ചേച്ചിയുടെ ഫ്രണ്ടാണ്, വിജയ് സേതുപതി പോലെയാണ് കാണാൻ, അഞ്ജലി പറഞ്ഞു. ആയിക്കോട്ടെ ചേച്ചി, എന്തായാലും കൂടുതൽ അടുപ്പം കാണിക്കാൻ നിൽക്കണ്ട. അവർക്കൊക്കെ നയൻതാരയെ പോലുള്ള പെണ്ണിനെ ഇഷ്ടാവും. സിനിമയിൽ കണ്ടിട്ടില്ലേ? അതുപോലെ എന്റെ ചേച്ചി വെറുതെ പോയി ചമ്മണ്ട, വിഷമമാവും. അനിയത്തിയുടെ വാക്കുകൾ ശരിക്കും അഞ്ജലിയുടെ മനസ്സിൽ കൊണ്ടു. തന്നെപ്പോലെ ഒരുപാട് സിനിമ കാണുന്ന കൂട്ടത്തിലാണ് അവള്. അതുകൊണ്ടാണ് തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ. അപ്പോഴേക്കും ഫോൺ അനിയത്തിയുടെ കയ്യിൽ നിന്നും അമ്മ വാങ്ങി. തുടങ്ങി രണ്ടാളും സിനിമ പറച്ചിൽ. മോളെ, എന്തായാലും 1 മാസം എന്നുള്ളത് കുറച്ച് നേരത്തെ ആക്കാൻ നോക്ക്, അമ്മ പറഞ്ഞു. നോക്കാം, അഞ്ജലിയും പറഞ്ഞു. കുറച്ചു നേരം കൂടി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് അഞ്ജലി വേഗം കട്ടിൽ കമിഴ്ന്ന് കിടന്നു. എന്തോ തന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. പെട്ടെന്ന് ചെന്നൈ വിട്ടു പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. റാം ഇല്ലാതെ എങ്ങനെ? മനസ്സിൽ ഒരുപാട് ചിന്തകളും വന്നു. അപ്പോഴേക്കും റൂമിൽ അഭിരാമി വന്നു. എന്താ മൂഡ് ഓഫ്? അവളുടെ ചോദ്യത്തിന് അഞ്ജലി എല്ലാം സത്യമായി പറഞ്ഞു കൊടുത്തു. അപ്പോ തനിക്കിപ്പോ ചെന്നൈ വിട്ടു പോവാൻ വയ്യ? ചെന്നൈ ആണോ റാമാണോ പ്രശ്നം? റാം മാത്രം. എനിക്ക് അയാളെ ഇഷ്ടമാണ് അഭിരാമി, അഞ്ജലി കരഞ്ഞു തുടങ്ങിയിരുന്നു. അയാൾക്ക് നിന്നോട് എന്താണ്? അറിയില്ല, ഇഷ്ടമുള്ളതുപോലെയാണ് പെരുമാറുന്നത്. പക്ഷേ ഒരു ഉറപ്പ് തരുന്നില്ല, അഞ്ജലി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഇതിൽ തന്നെയുണ്ട് നിനക്ക് വേണ്ട മറുപടി. ഒരു ഉറപ്പില്ലാത്ത ബന്ധത്തിന് വേണ്ടി ഒരിക്കലും വാശി പിടിക്കരുത്. നിന്റെ ഫാമിലി, അത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അവർക്ക് വേണ്ടി നീ ഇതൊക്കെ മറന്നേ പറ്റും. 2 മാസം ചെന്നൈ ഒരു വെക്കേഷൻ വന്നു എന്നും റാം പോലെ ഒരാളെ ലൈഫിൽ മീറ്റ് ചെയ്തു, അതവിടെ അവസാനിച്ചു. ഇത് നീ പതുക്കെ ഉൾക്കൊള്ളണം. എന്തായാലും ഒരിക്കലും നീ കാലി പിടിച്ച് സ്നേഹം വാങ്ങിയെടുക്കരുത്. എനിക്കത് നിന്നോട് പറയാനുള്ളൂ, അഫി പറഞ്ഞു നിർത്തി. ഇല്ല അഫി, ഒരിക്കലും യാചിക്കില്ല. യാചിക്കും തോറും വിലയില്ലാതാവുന്നത് ഒന്നാണ് സ്നേഹം. എനിക്കതറിയാം. കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോട്ടെ. ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുക തന്നെയാണ്, അഞ്ജലി പറഞ്ഞു. അത്രയുള്ളൂ?
നിനക്കുള്ളതാണെങ്കിൽ നിന്നെ തേടി വരും, അതുകൊണ്ട് വിഷമിക്കേണ്ട, ആഫി അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ മെട്രോയിൽ വെച്ച് അഞ്ജലി അധികം മൈൻഡ് ആക്കിയില്ല. എന്താ എന്താ മിണ്ടാതിരിക്കുന്നേ? ഇന്നലെ നെറ്റിയിൽ മുത്തം തന്നതുകൊണ്ടാണോ? പതുക്കെ അവൻ ചെവിയിൽ ചോദിച്ചു. അതിന് നിങ്ങൾക്ക് തന്നെയല്ലേ പണി, ഉമ്മച്ചൻ, ദേഷ്യത്തിൽ അഞ്ജലി പറഞ്ഞു. എന്നാ എന്നാ ഉനക്ക് പ്രശ്നം? റാം അവളുടെ കൈ അവന്റെ കൈക്കുള്ളിൽ പിടിച്ചു പറഞ്ഞു. അവന്റെ കയ്യിലെ തണുപ്പ് തട്ടിയതും അവളുടെ ഉള്ളിലെ ചൂട് തനിയെ കുറഞ്ഞു. ഒന്നുമില്ല, ചിരിച്ചുകൊണ്ട് അഞ്ജലി പറഞ്ഞു. ഗുഡ് ഗേൾ, ഞാൻ ഇന്നേക്ക് ഉനക്ക് ബൺ ബട്ടർ വാങ്ങിത്തരാം, അത് പോതുമാ? മൂഞ്ചി ഇപ്പൊടി കോപമാ വെക്കാതെ, അവൻ പറയുന്ന കേട്ട് അവൾക്ക് ചിരി വന്നു. റാം തമിഴും മലയാളം മിക്സ് ആക്കി പറയുന്ന കേൾക്കുന്നത് തന്നെ നല്ല രസമാണ്, അഞ്ജലി പറഞ്ഞു. നിന്റെ കൂടെ അല്ലേ ഇനി കുറച്ചുകൂടി എന്റെ മലയാളം ശരിയാവാനുണ്ട്, റാം പറഞ്ഞു. അവന്റെ മറുപടിയിൽ അവളും നേർത്ത പുഞ്ചിരി നൽകി. ഓഫീസിൽ രണ്ടുപേരും എത്തി. ഇന്ന് റിയ ലീവ് എടുത്തിരുന്നു. അതിന്റെ കാരണം താനാണെന്ന് റാം മനസ്സിലാക്കി. തന്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടമായോ എന്നൊരു പേടി അവന്റെ ഉള്ളിൽ തോന്നി. രാഹുൽ അവന്റെ ക്യാബിനിൽ കയറി റിയ പറഞ്ഞ കാര്യങ്ങളെല്ലാം റാമിനോട് പറഞ്ഞു കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാനാണ് രാഹുൽ, എനിക്കറിയില്ലേ, എനിക്ക് എന്റെ കൺസെപ്റ്റ് അല്ല, അവള് റാം പറഞ്ഞു. നിന്റെ കൺസെപ്റ്റ് കുറച്ച് ചുരുണ്ട മോടിയുള്ള ഉണ്ടക്കുള്ള പെണ്ണുങ്ങളല്ലേ, രാഹുൽ കളിയാക്കി പറഞ്ഞു. റിയ അതും പറഞ്ഞു അല്ലേ, റാം ചമ്മലോടെ പറഞ്ഞു. അതിന് റിയ പറയേണ്ട ആവശ്യമില്ല, നിന്റെ ചാട്ടം കണ്ടപ്പോ എനിക്ക് സ്വയം മനസ്സിലായതാണ്. പിന്നെ നിന്റെ സെലക്ഷൻ നല്ലതാണ്. ഒരു പക്ഷേ നീ വേണ്ടെന്ന് വെച്ചാണെങ്കിൽ അവളിന്ന് എന്റെ ആകുമായിരുന്നു, രാഹുൽ പറഞ്ഞിട്ട് അവനെ നോക്കി. റാം നീട്ടിച്ചുളിച്ച് അവനെ നോക്കി. പേടിക്കണ്ട, ഞാൻ നിന്റെ കഥയിലെ വില്ലനൊന്നുമല്ല. എന്തോ ഒരിഷ്ടം കണ്ടപ്പോ തോന്നി. പക്ഷെ അവളുടെ കണ്ണിൽ നീ മാത്രമേ ഉള്ളൂ. അത് മുഴുവനായും മനസ്സിലാക്കിയ അന്ന് തന്നെ ഞാൻ പെങ്ങളായി കണ്ടു തുടങ്ങി, രാഹുൽ പറഞ്ഞു കഴിഞ്ഞതും റാം അവനെ കെട്ടിപ്പിടിച്ചു. അവളെ മാത്രം ഞാൻ ആർക്കും കൊടുക്കില്ല രാഹുൽ, അത്രയ്ക്ക് എൻ്റെ ഉള്ളിൽ പതിഞ്ഞുപോയി. എന്തെത്ര സ്പെഷ്യൽ അറിയില്ല, പക്ഷെ എന്റെയാണ്, എന്റെ മാത്രം. റാം അവന്റെ തൊള്ളിൽ ഒന്ന് തട്ടി പറഞ്ഞു. അസ്ഥിക്ക് പിടിച്ചു അല്ലേ, രാഹുൽ കളിയായി ചോദിച്ചു. ഏകദേശം ആ ഒരു മട്ട, റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും വേഗം പോയി പറയേ, ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവണ്ട, രാഹുൽ പറഞ്ഞു. ഇല്ല, പറയും, ഉടനെ പറയും, റാം ചിരിയോടെ പറഞ്ഞു. ബ്രേക്ക് ടൈം ആയപ്പോൾ റാം അഞ്ജലിയുടെ കൂടെ തന്നെയാണ് ചായ കുടിച്ചത്. അവൾക്ക് വേണ്ടി ഒരു ബൺ ബട്ടർ വാങ്ങാനും മറന്നില്ല. റിയ ചേച്ചി എവിടെ? അഞ്ജലി ബൺ കടിച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല, അവൾക്ക് സിക്ക് ലീവ് ആണെന്ന് തോന്നുന്നു, റാം പറഞ്ഞൊപ്പിച്ചു. സവിത ചേച്ചി അവിടെ അടുത്തേക്ക് വന്നു. സാറേ, ഇനി 2 ദിവസം കൂടിയല്ലേ കമ്പനി ഉണ്ടാവുള്ളൂ, പിന്നെ ദീപാവലി ലീവ് അല്ലേ, ചോദിച്ചു. ഇന്ന് രാത്രി കമ്പനി ഗ്രൂപ്പിൽ MD മെസ്സേജ് ഇടും. എന്തായാലും നാളെ എല്ലാവർക്കും ബോണസ് എക്സ്ട്രാ കിട്ടും, റാം അവരെ നോക്കി പറഞ്ഞു. എന്താണ് ബോണസ്? അഞ്ജലി ചോദിച്ചു. ദീപാവലി ബോണസ്, പിന്നെ നാളെ ഒരു ബോക്സ് സ്വീറ്റ്സും കിട്ടും എല്ലാവർക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതി. പിന്നെ നാളെ ദീപാവലി സെലിബ്രേഷൻ ഉണ്ട്, നീ ആ ഗ്രൂപ്പിലില്ലല്ലോ, ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നാളെ പരിപാടിയുണ്ട്, മറക്കണ്ട, റാം അഞ്ജലി നോക്കി പറഞ്ഞു. ഇവിടെ പൊങ്കൽ, ദീപാവലി അന്നൊക്കെ പരിപാടിയുണ്ട് മോളെ. നാളെ നല്ല ഫുഡ് കിട്ടും കമ്പനി വക. നാളെ വർക്ക് ഉണ്ടാവില്ല, മോളെന്തായാലും നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, സവിത അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും നടന്നുപോയി. അയ്യോ, നാളെ ഞാൻ എന്തിടും റാം? അഞ്ജലി അവനോട് ചോദിച്ചു. ഒന്നും ഇടണ്ട, റാം കളിയാക്കി പറഞ്ഞു. ഓ, വൃത്തിയോട് മാത്രമേ വായിൽ വരൂ, കണ്ടാൽ തനി ഡീസന്റാ, കൂതറ, അഞ്ജലി ദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ മറുപടി തരാ? എന്തെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വാ, നിനക്കില്ലേ, ഇല്ലെങ്കിൽ പുതിയത് വാങ്ങിത്തരാം, റാം ഗൗരവത്തിൽ ചോദിച്ചു. ആർക്ക് വേണം നിന്റെ ഡ്രസ്സ്? എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്, അഞ്ജലി പറഞ്ഞു. അതെ, കുറെ നരച്ചതും പഴകിയതും, ഇനി അഥവാ നല്ലതിട്ടാൽ നിന്റെ റൂമിലുള്ള കുട്ടിയുടെ കടം വാങ്ങിയിടുന്നതാകും, റാം കളിയാക്കി പറഞ്ഞു. അഞ്ജുവിന്റെ മുഖം പെട്ടെന്ന് മാറി. ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവാൻ നിന്ന പെണ്ണിനെ അവൻ അടുത്തേക്ക് കസേര വലിച്ചു നീട്ടി. ഇങ്ക പാർ, എൻ മുഖത്തെ പാർ, ഞാൻ സുമ്മാ പറഞ്ഞതാണ്, അതൊരു പ്രശ്നമാക്കലേ. ഇന്ന് വൈകുന്നേരം നിനക്ക് ഞാനൊരു സാരി വാങ്ങിത്തരാം, അത് വെറുതെ തരുന്നല്ല, എൻ്റെ ദീപാവലി ഗിഫ്റ്റാണ്, മനസ്സിലായോ? അവൻ അവളോട് ചോദിച്ചു. കണ്ണുകൾ താഴ്ത്തി മോളി. അപ്പൊ പോയി ക്ലീൻ ചെയ്യേ, വൈകുന്നേരം ഞാൻ വിളിക്കാം, റാം പറഞ്ഞു. അനുസരണയുള്ള കുട്ടിയെപ്പോലെ അഞ്ജലി ക്ലീനിങ് സ്റ്റാഫായി റൂമിൽ പോയി. റാം അവളുടെ പോക്ക് നോക്കി പുഞ്ചിരിച്ചു.